അങ്ങനെ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. എന്തായാലും മക്കൾക്ക് 2, 3 ദിവസം ക്ലാസ്സൊക്കെ ലീവാണല്ലോ. അപ്പോൾ അവരെയും കൂട്ടി പുറത്ത് എവിടേക്കെങ്കിലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി വരെ പോയിട്ട് വരാമെന്നാണ് കേട്ടോ തീരുമാനിച്ചത്. രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ട്രെയിനിലാണ് കേട്ടോ പോയത്. കയറി പാടിയതാ കാക്കു ഹെഡ്സെറ്റും കുത്തിവെച്ച് പാട്ടും കേട്ട് കിടക്കുകയാണ് കേട്ടോ. എനിക്ക് പിന്നെ വിൻഡോ സീറ്റ് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിൻഡോ സീറ്റ് തന്നെ കിട്ടി. മക്കളൊക്കെ അവിടെ എത്തിയപ്പോഴത്തേക്കും ആകെ ചടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് മെട്രോയിൽ കയറാണ് കേട്ടോ. കുട്ടികളും ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ. അങ്ങനെ ലുലു മാളിൽ പോയി അവിടെ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊന്ന് നടന്നതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ പോയി, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മക്കൾക്ക് ബിരിയാണി, നമ്മൾ മീൽസുമാണ് പറഞ്ഞത് കേട്ടോ. എനിക്ക് പൊതുവേ വെജിറ്റബിൾസിനോട് അത്ര താല്പര്യമൊന്നുമില്ല, എന്നാലും സാമ്പാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു, കാരണം വിശപ്പിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണോന്നറിയില്ല, മുഴുവനായിട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാമ്പാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യത്തെ വെജിറ്റബിൾസ് മാത്രം കഴിക്കൂല, എന്നാലും അതിൻ്റെ കറി കൂട്ടി കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എല്ലാം കൂട്ടിക്കുഴച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഫുൾ കംപ്ലീറ്റ് ആയപ്പോഴും ഇതാ കറികളൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു, കാരണം എനിക്ക് എല്ലാ കറികളും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ നമ്മൾ വയറ് നിറയെ ഫുഡും കഴിച്ച് അങ്ങനെ മറൈൻ ഡ്രൈവ് പോയി അവിടെ നിന്ന് കുറച്ച് ഉപ്പിലിട്ടതും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇത് വേണോ വേണ്ടതെന്ന് കുറേ തീരുമാനിച്ചതാണ് കേട്ടോ, കാരണം എനിക്ക് ചെറുപ്പം മുതലേ വെള്ളം ഭയങ്കര പേടിയാണ്. ഉമ്മാക്കും തന്നെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മക്കൾ വാശി പിടിച്ചപ്പോൾ പെട്ടെന്ന് കയറിയെന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഒട്ടും വൈകിയില്ല, വേഗം വീട്ടിലേക്ക് തന്നെ തിരിച്ചു കേട്ടോ.